എപ്പിസോഡ് 7 പാർട്ട് 2 സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഇപ്പോൾ ബൈസൺ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതേ ടൈമിന് അവിടെ എല്ലാവരും സേവ് ചെയ്യാൻ നോക്കുന്ന ടൈമിന് ഫഡേലിൻ്റെ കൈയും കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫഡേലിൻ്റെ കൈയാണെങ്കിൽ ഡോക്ടർ നോക്കി ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അവൻ്റെ കൂടെ തന്നെ സ്റ്റൈലും നിൽപ്പുണ്ട്. അങ്ങനെ അവനെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിയുന്ന സമയത്ത് ഫഡേലാണെങ്കിൽ ബൈസനവിടെ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈല് നീ ഇപ്പോൾ പോകണ്ട, നിനക്ക് വയ്യാത്തതല്ലേ, അവൻ കാണ്ടിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇല്ല എനിക്ക് പോകണമെന്ന് പറയാണ്. ഇപ്പോൾ സ്റ്റൈലിനോട് ഫഡേൽ പെരുമാറുന്ന രീതി എന്ന് പറയുമ്പോൾ മുമ്പത്തെ പോലെ തന്നെ, അതായത് ഇപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ പ്ലാൻ അനുസരിച്ച് സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ടിരുന്നു ഇത്രയും നേരം. എന്നാൽ ഈ ഒരു മൊമെൻറ്റ് തൊട്ട് പഴയതുപോലെ ആവുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ ഇത്ര നേരം എന്തൊരു സ്നേഹമായിരുന്നു, ഇപ്പം എന്നാൽ നീ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ഫഡേലപ്പോൾ നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ ബൈസൺ എവിടെയാണ് ഉള്ളത് നോക്കി ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ അയ്യോ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോകാം, അവിടെയുള്ള റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ ഇരുത്തിക്കൊണ്ട് പോരാണ്ട് സ്റ്റൈൽ ഒരു വീൽ ചെയർ കൊണ്ടുവരുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എനിക്കതിന് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കൈക്ക് ചെറിയ പരിക്കല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൈൽ ഇല്ലല്ല പറ്റത്തില്ല, നീ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, നിന്നെ നോക്കിയിട്ട് ചുമതല എനിക്കാണെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് നേരെ ഇവരുള്ള റൂമിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഇതേ സമയം നമ്മൾ കാണുകയാണെങ്കിൽ ബൈസനെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ബൈസന് ഇതുവരെയായിട്ട് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഫഡേൽ ബൈസനെ കണ്ടിട്ട് ഇവൻ എന്താ ഇതൊരു ബോധം വരാതെ, ഡോക്ടർ എന്താ പറഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയം കണ്ട് ഒരുപാട് ബ്ലഡ് ലോസായി, അതുകൊണ്ടായിരിക്കും, പിന്നെ മുറിവ് അത്ര ആഴത്തിലുള്ളതായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ ശരി ശരി നിങ്ങൾ പോക്കോ, ഇന്ന് രാത്രി ഞാൻ ഇവൻ്റെ കൂടെ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ പറ്റത്തില്ല, നിനക്കും പരിക്ക് പറ്റിയതാ, അതുകൊണ്ട് അവനെന്തെങ്കിലും ആവശ്യം വന്നാൽ നിനക്കും അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നീ അത് വിട്ടേക്ക്, ഞാൻ നിന്നെ എൻ്റെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്ന ടൈമിൽ സ്റ്റൈൽ വാശി പിടിക്കരുത്, ബൈസനെ നോക്കാൻ ഇവിടെ കാണ്ടുണ്ടെന്ന് പറയാണ്. കാണ്ടപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ടൈമിന് ഫഡേൽ എന്നാൽ ശരി, പക്ഷേ അവനെ ഇവിടെ വെച്ച് നോക്കുന്ന ടൈമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തിറങ്ങുന്ന ടൈമിന് ഫഡേലാണെങ്കിൽ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ സ്റ്റൈൽ എൻ്റെ കൂടെ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ ഇനി നീ ഇങ്ങനെയാണെന്ന് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബൈസനൊന്ന് ഉണർന്നോട്ടെ, അതിനുശേഷം നീയും കാണ്ടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ ഓ നീ എന്തെങ്കിലും പേടിപ്പിക്കുന്ന രീതിയിൽ പറയുന്നതെന്ന് വെച്ചപ്പോൾ ഫഡേലാണെങ്കിൽ ഇനി കിടന്നിങ്ങനെ അഭിനയിക്കുകയൊന്നും വേണ്ട, എല്ലാം നിർത്തിക്കോളാൻ പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോകുന്നുണ്ട്. ആ സമയം സ്റ്റൈലിന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നുള്ള രീതിയിൽ ചെറിയൊരു പേടി വരുന്നുണ്ട്. അതിനുശേഷം കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ കാണ്ടാണെങ്കിൽ ഇപ്പോൾ ശരിക്കും ഇമോഷണലായിട്ട് ബൈസൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്നൊന്ന് കണ്ണു തുറക്കെന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് കരയുന്നുണ്ട്. ഇതെല്ലാം സീരിയസ് ആയിട്ട് അവൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്. അതേ ടൈമിന് കാണ്ടൊരു കോൾ വന്നുകൊണ്ട് തന്നെ അവനാണെങ്കിൽ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം ബൈസനെ കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ ബോധം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, വരാത്ത പോലെ അഭിനയിച്ച് കിടക്കുമായിരുന്നു. അതേസമയം കാണ്ടിനെ കാണിക്കുമ്പോൾ അവൻ ആ കോളും കൊണ്ട് ആ ഒരു റൂമിൻ്റെ പുറത്തേക്ക് ആ ഒരു ഹോളിലേക്ക് ഇറങ്ങുകയാണ്. അവനെ വിളിച്ച മറ്റാരുമല്ല ക്യാപ്റ്റനാണ്. അപ്പോൾ ക്യാപ്റ്റനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങിയത് ഇവനാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു, ഇനി നിങ്ങൾ എന്നെ എന്ത് വേണം ഭീഷണിപ്പെടുത്തിയോ, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യത്തില്ല, ഞാൻ ഇതൊക്കെ നിർത്തി എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ അത് പറയാനാണ് ഞാനും വിളിച്ചത്, ഇനിയിപ്പോൾ നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഡയറക്റ്റ് ബൈസിനെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട്. ആ സമയം കാണുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെയൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ ഇനി നീ ഇടപെടണ്ട, ബാക്കി കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം, നിനക്ക് നിൻ്റെ ലൈഫ് വേണമെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ അനിയൻ്റെ കൂടെ ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അവിടെ കാണ്ടാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുമോ, കോൾ കട്ട് ചെയ്തുകൊണ്ടേ ബൈസനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നോക്കിയാൽ ബെഡിൽ അവിടെ ബൈസൺ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബൈസൺ എവിടെയെങ്കിലും ചുറ്റി നോക്കുന്ന സമയത്ത് ബൈസൺ പുറകെ കൂടെ വന്നിട്ട് ഇവൻ്റെ കഴുത്ത് ഞെരിച്ചിട്ട് ഇവൻ്റെ ബോധം കെടുത്തി കളയുവാണ്. അതിനുശേഷം കാണിക്കുന്നത് സ്റ്റൈൽ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് ഫഡേൽ കുറച്ച് മുമ്പേ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഈ ഫഡേൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഭയങ്കര പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ കാണ്ടിനെ കോൾ ചെയ്യാണ്. എന്നാൽ ഈ ഒരു നേരം കൊണ്ട് നമ്മുടെ കാണ്ടിൻ്റെ ബോധം നമ്മുടെ ബൈസൺ കെടുത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവൻ വിളിച്ചിട്ട് കാണ്ട് കോൾ എടുക്കുന്നില്ല. ഇതേസമയം ക്യാപ്റ്റനെ കാണിക്കുമ്പോൾ ക്യാപ്റ്റൻ ഹോസ്പിറ്റലിലേക്ക് എത്താണ്. എന്നാൽ നമ്മുടെ ബൈസണുള്ള റൂമൊന്ന് നോക്കിയപ്പോൾ അവിടെ മറ്റാരുമില്ല. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്നൊരു മെയിൽ നേഴ്സ് അയാളെ കെട്ടിയിട്ടേക്കുമായിരുന്നു. അങ്ങനെ അയാളെ കെട്ടൊക്കെ വെച്ചിട്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളാണെങ്കിൽ അത് പിന്നെ ഞാൻ മരുന്ന് കൊടുക്കാനായിട്ട് ഈ റൂമിലോട്ട് വന്നപ്പോൾ ആ ഒരു പയ്യനാണെങ്കിൽ എന്നെ അടിച്ചിട്ട് മറ്റൊരു പയ്യനെയും കൊണ്ട് പോയി കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ക്യാപ്റ്റൻ വിചാരിക്കുന്നത് കാണ്ട് ബൈസനെ സേവ് ചെയ്യാനായിട്ട് ബൈസനെയും കൊണ്ട് ഇവിടുന്ന് മുങ്ങിയതെന്നാണ്, പക്ഷേ നേരെ തിരിച്ചാണല്ലോ സംഭവിച്ചത്. അങ്ങനെ ക്യാപ്റ്റൻ ഇപ്പോൾ ബൈസൺ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ട് ടെൻഷനായി നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സ്റ്റൈൽ അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ പോലീസൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെ പോലീസിൻ്റെ കണ്ണിപ്പെടാതെ നീങ്ങി നിന്നിട്ട് ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ആ റൂമിലുണ്ടായിരുന്ന പയ്യൻ നേഴ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് മറ്റൊരു പയ്യനുമായിട്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ സ്റ്റൈലിൻ്റെ കാര്യം അപ്പോഴേ മനസ്സിലാവുന്നുണ്ട് എല്ലാം ഫോളോവായിന്ന്. അങ്ങനെ ഉടനെ തന്നെ ഇവനാണെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് നമ്മുടെ കാണ്ടിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ എടുക്കുന്നില്ല. ഇതേ സമയം അങ്ങോട്ടേക്ക് ഫഡേൽ വന്നിട്ട് ഇവനെയും ബോധം കെടുത്തുവാണ്.
അതിനുശേഷം സ്റ്റൈൽ കണ്ണു തുറക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്വിമ്മിംഗ് പൂൾ, ഒരു വലിയ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ സൈഡിലായിട്ട് ഇവനെ കെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് രക്ഷിക്കണേ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ ഫടയിൽ ഒരു തോക്കും കൊണ്ട് ഇവൻ്റെ പുറകെ വന്ന് നിന്നിട്ട്, സത്യം പറ എന്താ ഉദ്ദേശം, നീ നിൻ്റെ ഫ്രണ്ടും കൂടെ ആയിട്ട് എന്തിനാ ഞങ്ങളെ പോലീസിന് വേണ്ടി വർക്ക് ചെയ്ത് ഫോളോ ചെയ്ത് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അവനാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, എൻ്റെ അടുത്ത് ജസ്റ്റ് കാണ്ട് നിൻ്റെ പുറകെ വരണമെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ആദ്യനെ കണ്ട് അങ്ങനെ പറയുമെന്ന് വെച്ചപ്പോൾ ഇവനാണെങ്കിൽ എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് ഈ ജോലി ചെയ്യാൻ പറയുക അത്രേ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ നീ എന്താ കള്ളം പറയണമെന്ന് ചോദിച്ചപ്പോൾ ഇവനാണെങ്കിൽ അല്ല, സത്യമായിട്ടും അല്ല, ഫസ്റ്റ് ഞാൻ പോലീസിന് വേണ്ടി വർക്ക് ചെയ്തു ശരിയാ, പക്ഷേ പിന്നീട് നീ ആരാന്നുള്ള സത്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുക ചെയ്ത്, എനിക്കിതിന് ശരിക്കും ഇഷ്ടമാണ് ഫടയിലെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ ഒരിക്കൽ കൂടെ നീ ആ വാക്ക് പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നീ എൻ്റെ തലയ്ക്ക് മേലെ തോക്ക് വെച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിനാ കള്ളം പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫടയിലാണെങ്കിൽ അവനൊന്നും വിശ്വസിക്കാതെ ഇനി പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട, ഇപ്പോൾ കാണ്ടും പൈസനും എവിടെയാണ് ഉള്ളതെന്ന് നോക്കിയാണ്. ആ സമയം ഇവനാണെങ്കിൽ എനിക്കറിയത്തില്ല, ഞാനും അത് തന്നെ അന്വേഷിച്ചത്, ഞാനവിടെ ഹോസ്പിറ്റലിൽ വെച്ചപ്പോൾ നേഴ്സ് പറഞ്ഞു നിൻ്റെ അനിയനാണ് ഈ കാണ്ടിനെ എങ്ങോട്ട് പോയത്, നീ കെട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പലരാണെങ്കിൽ ഇനി നിൻ്റെ ഈ കളത്തരത്തിലൊന്നും ഞാൻ വീഴത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ ഷൂട്ട് ചെയ്യാൻ കണക്കാക്കി തന്നെ നിൽപ്പുണ്ട്. ഇവനാണെങ്കിൽ ഒത്തിരി പേടിക്കുന്നുണ്ട്. അതിനുശേഷം കാണ്ടിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു കപ്പലിലാണുള്ളത്, ബൈസനാണ് അവിടെ കെട്ടിയിട്ടേക്കാണ്. അങ്ങനെ ബോധം വന്ന് നോക്കുമ്പോൾ ചുറ്റിലും വെള്ളം കണ്ടുമ്പോൾ പേടിക്കുന്നുണ്ട്. കാരണം മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഇവൻ ബൈസനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതിനുശേഷം എനിക്ക് വെള്ളം ഒത്തിരി പേടിയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുറ്റിലും ആ ഒരു കടലിൻ്റെ വെള്ളം കാണുമ്പോൾ ഇവൻ ശരിക്കും പേടിക്കുന്നുണ്ട്. അതേസമയം ബൈസൺ തോക്കും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ കണ്ണൊക്കെ തുറന്നോ, നീയാണെങ്കിൽ എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ എന്നെ ഫോഴ്സ് ചെയ്തതാന്ന് പറഞ്ഞപ്പോൾ കാണ്ടാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ബൈസൺ തോക്ക് അവൻ്റെ നേരെ ദേഷ്യത്തിൽ ചൂണ്ടിയിട്ട് ആര് നിന്നെ ഫോഴ്സ് ചെയ്തു എന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ ഒന്ന് സമാധാനിക്ക് പ്ലീസ്, നമുക്ക് ഇവിടെ നിന്ന് പോകാം, ഇവിടെ നീ വെള്ളം പേടിയാന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ അതിന് ഞാൻ എന്ത് വേണം, പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുന്നുണ്ട്. ആ സമയം കാണ്ടിൻ്റെ പേടി കാരണം പറയാൻ പറ്റുന്നില്ല, കാരണം മുമ്പത്തെ അവൻ്റെ ലൈഫിലുണ്ടായൊരു ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റിൽ കൂടെ എന്തോ ആണ് അവൻ്റെ അമ്മയും അച്ഛനും മരിച്ചു പോയതെന്തോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ മൈൻഡിൽ വരുന്നുണ്ട്, വെള്ളത്തിൽ വെച്ചുണ്ടായ ആ ഒരു അപകടം. അതുകൊണ്ട് തന്നെ ഒത്തിരി പേടിയിട്ട് നിൽക്കുന്ന ടൈമിന് നമ്മുടെ കാണ്ടാണെങ്കിൽ ബൈസൻ്റെ ബർത്ത്ഡേക്ക് ഒരു മാല കൊടുത്തല്ലോ, ആ മാല ബൈസനാണെങ്കിൽ നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാണ്ട് മറുപടി പറയുന്നതിന് മുമ്പേ ആ മാല എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട ശേഷം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ആ മാല എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. നമ്മുടെ കാണ്ടിന് വെള്ളം പേടിയാന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ കാണ്ടിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് വെള്ളത്തിലേക്ക് ചാട്, ഇല്ലെങ്കിൽ ഞാനെ തള്ളിയിടണമെന്ന് ചോദിച്ചിട്ട് അവനെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാണ്ട് പേടിച്ച് വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കുന്ന ടൈമിന് ആ ഒരു പഴയ ഇൻസിഡൻറ്റൊക്കെ ഓർമ്മ വന്നിട്ട് ഇവനെ കൊണ്ട് പറ്റുന്നില്ല. എന്നാൽ ബൈസനാണെങ്കിൽ ഇവനായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണ്ട് വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. ചാടി കഴിയുമ്പോഴത്തേക്കും കാണ്ടിൻ്റെ ഒരു അനക്കം പോലും കാണാതെ നമ്മുടെ ബൈസൺ ടെൻഷനായിട്ട് കാണ്ടെന്നിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റൈലിനെ ഫടയിലിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ സ്റ്റൈലിനെ ഫടയിൽ ഒന്നും ചെയ്തില്ല, പകരം സ്റ്റൈലിനെ ആണെങ്കിൽ തോക്കും കാണിച്ച് പേടിപ്പിച്ച് നമ്മുടെ ഫടയിലിനെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നീയാണെങ്കിൽ കാണ്ടിനെയും ബൈസനെയും കണ്ടുപിടിക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, അതിനുശേഷം ബൈസനെയും ഞാനും കൂടെ ചേർന്ന് നിന്നെയും കാണ്ടിനെയും കൊല്ലൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈലിൽ ഞാൻ മരിക്കാനുള്ളതാണെന്നൊക്കെ അറിയാം, അതുപോലെ തന്നെ എൻ്റെ ലൈഫ് ഇപ്പോൾ നിൻ്റെ കയ്യിലാണെന്ന് അറിയാം, പക്ഷേ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് മരിക്കില്ലല്ലോ, അത് തന്നെ സമാധാനം എന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ സന്തോഷിക്കുകയാണ്. ഒരു മനുഷ്യനും ഇത്രയും വലിയ ദുരന്തം പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോട് തന്നെ സ്റ്റൈൽ വെറുതെ ഇരിക്കുന്നുമില്ല. ഫടയിലാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അവിടെ പോകണം ഇവിടെ പോകണം, ഞാൻ പറയുന്ന അനുസരിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിന് സ്റ്റൈലാണെങ്കിൽ ഓക്കെ മൈ ഡിയർ ഹിറ്റ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കൻ മരിക്കാൻ പോകണമെങ്കിൽ കൂളായിട്ടിരിക്കുവാണ്. അങ്ങനെ ഇവർ രണ്ട് വണ്ടി കയറി പോകുന്നുണ്ട്. അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുകയാണ്. അടുത്ത എപ്പിസോഡ് 1 വീക്ക് കഴിഞ്ഞാൽ റിലീസാവും. അപ്പോൾ നമുക്കറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.